കുട്ടികളെ ആദരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. നമ്മുടെ സന്തോഷങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആദരിക്കപ്പെടുന്ന നല്ലൊരു ദിവസം. കുറച്ച് ആഴ്ചകളായി നിർമ്മല നേട്ടത്തിന്റെ പാതയിലാണ്. കായിക മത്സരങ്ങളിലും നടന്ന പരീക്ഷകളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും മികവുറ്റവരായി നാം മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും കൂടി നമുക്ക് പല അസൗകര്യങ്ങൾ കാരണം എല്ലാവരെയും ആദരിക്കാനും സന്തോഷം പങ്കിടാനും നാം അല്പം വൈകിയെങ്കിലും ഇന്ന് അധ്യയന സമയം കഴിയുന്നതുവരെയും നിങ്ങൾക്ക് നൽകാൻ മാത്രമുള്ള സന്തോഷങ്ങളും ആദരവുകളും നമുക്ക് ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇന്ന് ആദരിക്കപ്പെടാത്ത അനുമോദിക്കപ്പെടാത്ത വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം നിർമ്മലയിലെ എല്ലാവരും തന്നെ വിദഗ്ധരാണ്. പല മേഖലകളിൽ ഒത്തിരിയേറെ സന്തോഷം നൽകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, വളരെയധികം ആഘോഷത്തോടെ ആരവത്തോടെ നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് ചെണ്ടമേളങ്ങളോടെ നമ്മൾ ആഘോഷിച്ചു. നമുക്ക് നഷ്ടപ്പെട്ട ട്രോഫി തിരിച്ചെടുത്ത തോമസ് മാഷ് യക്ഷീണ പ്രയത്നം ചെയ്തിട്ടുണ്ട്. മാഷയുടെ കൂടെ സഹായിയായി 4 ദിവസം ഉണ്ടായിരുന്ന അധ്യാപകൻ, അതുപോലെ നമ്മുടെ കലാമേളയിലെ കലോത്സവത്തിലെ സംസ്കൃതം, ഉറുദു, മറ്റ് നൃത്തപരിപാടികൾ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും തന്നെ എ ഗ്രേഡ്, മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ എ ഗ്രേഡ് വാങ്ങി നമുക്ക് LP ഇല്ല, UP ഇല്ല, ഹയർ സെക്കൻഡറി ഇല്ല, ഹൈസ്കൂൾ മാത്രമായി നമ്മൾ അവിടെയും 6ാം സ്ഥാനത്ത് എത്തിച്ചേർന്നു. നമുക്ക് മറ്റു സ്കൂളുകളെ പോലെ തന്നെ ഹയർ സെക്കൻഡറിയും LPയും UPയും ഉണ്ടെങ്കിൽ നമ്മൾ നേടിയ ഈ സ്ഥാനങ്ങൾ 3ഉം 6ഉം നമുക്ക് 1ാം സ്ഥാനം തന്നെയാണ്. വളരെ കുറച്ച് കുട്ടികൾ വെച്ച് പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും നമ്മൾ സമ്മാനാർഹരായി തീർന്നു. വളരെയധികം കഴിവുള്ള വിദ്യാർത്ഥികളാണ് നിർമ്മലയിലെ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഞാനത് പറയാറുണ്ട്. നിർമ്മല സ്കൂൾ കായികമേളയിൽ ഇടയ്ക്കിടെ നിർമ്മല സ്കൂൾ എന്ന് നമ്മുടെ പേര് മുഴങ്ങി കേൾക്കാൻ തക്ക പ്രാപ്തരാക്കിയ കുട്ടികൾ, അതിൽ 2 കുട്ടികൾ ഫിദ, അനാമിക ഒരു സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ അർഹരായി വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് 5 എണ്ണത്തിന് എ ഗ്രേഡും ഗ്രൂപ്പ് ഐറ്റമിന് 2 എണ്ണത്തിന് അങ്ങനെ 7 പരിപാടിയിൽ പങ്കെടുത്ത് 7ലും എ ഗ്രേഡ് വാങ്ങിയ, കലോത്സവത്തിന് എ ഗ്രേഡ് വാങ്ങിയ നമ്മുടെ ശ്രീദുർഗ. കഴിഞ്ഞ വർഷത്ത് നമ്മുടെ സ്കൂൾ ലീഡർ ഗൗരി കൃഷ്ണ 3 എ ഗ്രേഡ് വാങ്ങിയത്. പ്രത്യുഷ്, ഇവരെല്ലാവരും തന്നെ നമ്മുടെ കലാവിഭാഗത്തിലും മികവ് തെളിയിച്ചവരാണ്. ഇതിനോടൊപ്പം തന്നെ ഈ നേട്ടങ്ങൾക്കെല്ലാം ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ കണ്ടു, നമുക്ക് SPC അനുവദിച്ച് കിട്ടി. നമ്മുടെ സ്കൂളിലെ 44 കുട്ടികൾക്ക് SSLC പരീക്ഷയ്ക്ക് 20 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് ലഭിക്കാൻ നിങ്ങളുടെ ഉന്നത പഠന രംഗത്തും ജോലി സാധ്യത, വളരെയേറെ ജോലി സാധ്യത ഉള്ള ഒരു പ്രസ്ഥാനമാണ് SPC. നമുക്കത് അനുവദിച്ച് കിട്ടി. 44 കുട്ടികൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി തീരാം. ഇത്തരത്തിലെ നേട്ടങ്ങൾ കൊയ്തെടുത്ത ഈ ദിവസം നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ലോകത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെയും ഉണ്ടുകൊടുക്കൽ മദർ തെരേസ സേവന അവാർഡ് 5000 രൂപ വീതം വാങ്ങിയ 2 കുട്ടികൾ, അബീർത്തും ബെൻ ടോം ചാക്കോ, 2 കുട്ടികൾ, അവർക്ക് ലഭിച്ച 5000 രൂപ വീതം വയനാട് ദുരന്തത്തിന് കളക്ടർക്ക് നൽകിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. സ്വമേധയ നൽകിയതാണ് അവർ. ആ മിടുക്കർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീദുർഗ പാടിയ പാട്ട് വൈറലായി 1.9 മില്യൺ വ്യൂസ് ഉണ്ടായി. നമ്മുടെ നിർമ്മലയ്ക്ക് ഒരുപാട് പേരും പ്രശസ്തിയും നേടിക്കുന്ന ശ്രീദുർഗയെ ആദരിക്കുന്നു. സംസ്കൃത മേളയിലെ കലാതിലകവും കലാപ്രതിഭയുമായി തീർന്ന പ്രത്യുഷ്, ശ്രീദുർഗ, അവരെ ആദരിക്കുന്നു. ഫുൾ A+ നേടിയ 10ാം ക്ലാസ്സിലെ 7 കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ഫുൾ A+ ഉണ്ട്. ഇനിയുള്ള റിവിഷനും മറ്റ് CE മാർക്കും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു 50ഓളം ഫുൾ A+ ഇപ്രാവശ്യം SSLC. എല്ലാത്തിനും സപ്പോർട്ട് നൽകുന്നതും നിർമ്മല സ്കൂൾ, നമ്മുടെ സ്കൂൾ PTA ആണ്. 10,000-ന് മുകളിൽ വില വരുന്ന ട്രോഫികൾ ഇരിക്കുന്നു. അത് PTA-യുടെ സംഭാവനയാണ്.
ഓരോ സമ്മാനവും ഓരോ പ്രോത്സാഹനമാണ്, പിന്നെയും പിന്നെയും വാങ്ങാനുള്ള പ്രചോദനവുമാണ്. നമ്മുടെ PTA അംഗങ്ങളെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബർത്ത്ഡേക്കും ഇതുപോലെ ഫുൾ കോറം തികഞ്ഞ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരിക്കില്ല. PTA MPTA അംഗങ്ങളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അധ്യാപകർക്ക് നിർമ്മലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. സ്റ്റേജിൽ രണ്ടുപേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും താഴെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ വിജയം കാണാൻ അഭിനന്ദിക്കാനെത്തിയ എല്ലാ PTA അംഗങ്ങളോടും ഒത്തിരി സ്നേഹമറിയിക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷത വലഞ്ഞിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ഹസനാർ അവർ. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ഒരു ചാമ്പ്യനാണ്. മുഴുവൻ ദിവസവും സ്പോർട്സിനോട് വളരെ താല്പര്യമുള്ള ആളാണ്. സ്പോർട്സ് നടക്കുന്ന 4 ദിവസവും ഹസനാർ സാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോത്സാഹനവും നൽകി നമ്മുടെ അധ്യാപകർക്ക് കൂട്ടായി നിന്നിരുന്നു. അദ്ദേഹം സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ലാഭേച്ഛയില്ലാതെ പ്രത്യേകമായൊരു പരിഗണന പോലും അദ്ദേഹം കാര്യമായി ആഗ്രഹിക്കാറില്ല. എല്ലാം നമ്മൾ ചെയ്യണം, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊരു പ്രശ്നമുണ്ടായാലും എല്ലാവരെയും സൗമനസ്യത്തോടെ ക്ഷമിക്കാൻ കഴിവുള്ള സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട PTA പ്രസിഡന്റിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ NPTA പ്രസിഡന്റ് ശ്രീമതി വൈസി വർഗീസ് എത്താൻ അല്പം വൈകിയത് കൃത്യസമയത്ത് തന്നെ വന്നു. കഴിഞ്ഞ ദിവസവും SPCയുടെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഒരുപാട് തിരക്കുകൾ ഉള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് വീട് പണി നടക്കുകയാണ്. പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസരമാണ്. എങ്കിലും സ്കൂളിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എത്തിച്ചേരുന്ന ശ്രീമതി വൈസി വർഗീസിനെ ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജിമ്മി. മീറ്റിങ്ങുകൾക്കെല്ലാം എത്തും എന്നതിന് പുറമെ വേണ്ടപ്പെട്ട കാതലായ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോണിൽ കൂടി നൽകാൻ വളരെ ഭംഗിയായി അതങ്ങനെ ചെയ്താൽ മതി, ഇനി അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ പ്രാപ്തനായ PTA വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെയും ഒത്തിരി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ MPTA വൈസ് പ്രസിഡന്റ് താഴെയിട്ടുണ്ട്. ആശംസകൾ പേഴ്സണലായിട്ട് പറയുകയാണ് ചെയ്യുന്നത്, സംസാരിക്കാൻ. കാരണം ഒത്തിരി മീറ്റിംഗ് നീണ്ടു പോകണ്ട എന്നുള്ളത് കൊണ്ട് നമ്മുടെ MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി നിഷ താഴെയിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പേര് ഞാൻ കൂട്ടത്തിൽ കാര്യം പറയട്ടെ. നമ്മുടെ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ ഒരു PTA അംഗം മിസ്റ്റർ രാജു, അദ്ദേഹത്തിൻ്റെ മകളൊരു കലാകാരിയാണ്. മുണ്ടത്തിക്കോട് സ്കൂളിലെ നമ്മുടെ അധ്യാപകരെ കുട്ടികളെ കൊണ്ട് ചെല്ലുമ്പോൾ അതിന് മുമ്പ് തന്നെ മേക്കപ്പ് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഒത്തിരി സപ്പോർട്ടായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പറയാതെ വയ്യ. PTA MPTA ഓരോ വർഷവും നിങ്ങൾ നൽകുന്ന സഹകരണത്തിനും സേവനത്തിനും നന്ദി പറയുന്നു. ഇനി ഞാൻ ഓരോരുത്തരെയും ഒറ്റയ്ക്ക് പറയാം. മിസ്സിസ് ഋഷിത, തസ്മി, ഷിനി, ഷാജു, വിനോദ്, രാജേന്ദ്രൻ, സിജി, ധന്യ, എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ കൺവീനർമാരായി നമ്മുടെ മോളി ടീച്ചറും ജയ ടീച്ചറുമാണ്. അവർക്കും സ്വാഗതം. എല്ലാ സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. ഈ യോഗത്തിലെ പ്രധാന അധ്യാപിക റീത്ത ടീച്ചർ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ PTA MPTA അംഗങ്ങൾ, ഈ വിദ്യാലയത്തിലെ അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സന്തോഷ സുദിന നിമിഷത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അതായത് ടീച്ചറുടെ വളരെ മനോഹരമായി സൂചിപ്പിച്ചു, നമ്മൾ ഈ വർഷം വളരെ നേട്ടങ്ങൾ കൊയ്തെടുത്തൊരു വർഷമാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്, അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക റീത്ത ടീച്ചറോടാണ്. അതായത് ഞാൻ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പല രീതിയിലും പല അധ്യാപകരും എന്നോട് പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഓരോ കുട്ടികളുടെ കാര്യങ്ങളായാലും സ്കൂളിൻ്റെ കാര്യങ്ങളായാലും പല രീതിയിലും. ഞാൻ അപ്പോൾ തന്നെ ടീച്ചറെ വിളിച്ച് കാര്യം അന്വേഷിക്കും. ടീച്ചറെ, ഇന്ന ഒരു രക്ഷിതാവ് ഇന്ന പോലെ പറഞ്ഞതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ ആ ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള സമീപനം വളരെ ലളിതമായി, പ്രസിഡന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കട്ടെ, അതിനുള്ള മറുപടി ഞാൻ അധികം എഴുതാതെ തരാം, മാത്രമല്ല അതിനുള്ള പ്രതിവിധിയും നമുക്ക് കണ്ടെത്താം. പറഞ്ഞ നിമിഷങ്ങൾക്കകം ടീച്ചർ അത് അന്വേഷിച്ച് അതിനുള്ള
സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഈ വിജയം എന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. ആ ടീച്ചറെയാണ് നമുക്കിന്ന് കൂടുതലായിട്ട് ആദരിക്കേണ്ടത്. ഈ വിജയം ടീച്ചറുടെ കൈകളിലാണ്. ടീച്ചറെ ഇനിയിപ്പോൾ ടീച്ചർക്ക് 2 വർഷത്തെ ഇനി 2 വർഷമേ ടീച്ചർക്കുള്ളൂ എന്നുള്ളതിൽ വളരെ ഖേദമുണ്ട്. അടുത്ത വർഷത്തെ മാത്രമേ എൻ്റെ മോൻ ഇവിടെ ഉള്ളൂ എന്നുള്ളതിലും ഇനി അടുത്ത വർഷം ഞാൻ വീട്ടിൽ തുടരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ടീച്ചർക്ക് ഒരു 4 വർഷം കൂടി കൊടുത്താൽ നമ്മുടെ നിർമ്മലയാക്കി മാറ്റും എന്നുള്ളതിൽ ഒരു മാറ്റമില്ല. അപ്പോൾ ടീച്ചർക്ക് ഞങ്ങളുടെ PTA MPTA ഭാരവാഹികളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളാണ് ഈ നിമിഷത്തിൽ അർപ്പിക്കുന്നത്. കൂടാതെ നമ്മളുടെ കുട്ടികൾ ഓരോ നേട്ടങ്ങൾ കൊയ്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഓരോ അധ്യാപകരുടെ കൈകളുണ്ട്. ഒരു അധ്യാപകൻ നേതൃത്വം കൊടുക്കാതെ ആ കുട്ടിക്ക് ആ മുൻനിരയിൽ എത്താൻ സാധിക്കില്ല. അതിന് ഈ വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ കുട്ടികളെ ആ മുൻനിരയിലേക്ക് എത്തിക്കുന്നത്. അതിന് സ്പോർട്സ് മേഖലയിൽ ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ. അതായത് ടീച്ചറൂടെ സൂചിപ്പിച്ചു, 4 ദിവസം ഞാനും ആ സ്പോർട്സ് ഗ്രൗണ്ടിൽ നിരന്തരമായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞാൻ നിന്നുകൊണ്ട് കാണുമായിരുന്നു. അതായത് നമ്മുടെ നിർമ്മലയുടെ മാത്രമല്ല, അവിടെ വന്ന ഓരോ സ്കൂളിൻ്റെയും പ്രവർത്തനങ്ങൾ, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമായിരുന്നു നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ മക്കൾക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നത് തന്നെയാണ്. അതായത് ഓരോ പ്രവർത്തനത്തിലും അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ കുട്ടികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ നൽകുന്ന പ്രോത്സാഹനം അത് ചെറുതല്ല, എടുത്തു പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ ടീച്ചർ എൻ്റെ മോൻ്റെ കാര്യം സൂചിപ്പിച്ചു. എൻ്റെ മോൻ കഴിഞ്ഞ വർഷം ഇവിടുന്ന് പാസ് ഔട്ടായി പോയതാണ് തൗഫീക്ക്. അവൻ ഈ വർഷം വളരെ നല്ല രീതിയിൽ തന്നെ സ്പോർട്സ് ചെയ്ത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ജില്ലാ മത്സരത്തിൽ അവൻ നേടുകയുണ്ടായി. സ്റ്റേറ്റിലും തരക്കേടില്ലാത്ത പെർഫോമൻസ് അവന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷേ അതിൻ്റെ ആ നേട്ടത്തിലേക്ക് എത്തിച്ചത് ഈ നിർമ്മല എന്നുള്ള വിദ്യാലയവും ഇവിടുത്തെ അധ്യാപകരുമാണെന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിത്ത് ഉണ്ടെന്നുള്ളത് രക്ഷിതാവായ ഞങ്ങൾക്കോ ഇതിൽ മുന്നേ അവൻ പഠിച്ച വിദ്യാലയങ്ങളിലുള്ള ഒരു വ്യക്തിക്കോ കണ്ടെത്താൻ സാധിക്കില്ല. ഇവിടെ വന്ന് മോൻ 9ാം ക്ലാസ്സിലാണ് അഡ്മിഷൻ എടുത്തത്. ആ വർഷം തന്നെ തോമസ് സാറാണ് അവൻ ആ മേഖലയിലേക്ക് എത്തിച്ചത്. ഇന്ന് എൻ്റെ മോൻ്റെ ആ പേരുകൾ പല സ്ഥലത്തും മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മുടെ തോമസ് സാറാണ്. അദ്ദേഹത്തോടും ഈ നിർമ്മലയോടും അതിനുള്ള കടപ്പാടുകളെല്ലാം ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അർപ്പിക്കുകയാണ്. കൂടാതെ എനിക്ക് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മേഖലയായാലും പഠന മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും പല രീതിയിൽ മാറ്റിവെച്ച് വിജയം നേടുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെയൊന്നും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആ മേഖലകളിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് ഈ അധ്യാപകർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതെന്താണെങ്കിൽ ആ കഴിവിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളോ. ജില്ലയിൽ ആ വർഷം പങ്കെടുത്ത് അവനൊരു മത്സരത്തിനും സമ്മാനം നേടാൻ കഴിയില്ല. പക്ഷേ അവൻ അതിനെ വിട്ടില്ല. രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാനും അവനെ പിന്തിരിപ്പിച്ചില്ല. അവരുടെ സപ്പോർട്ടുകൾ മുഴുവൻ കഴിഞ്ഞ വർഷം കൊടുത്തുകൊണ്ടാണ് ഈ വർഷം അവൻ്റെ ആ വിജയം അവിടെ കൊയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഈ വർഷം കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകരുത്. നിങ്ങളുടെ ആ കഴിവുകളെ നിങ്ങൾ തന്നെ മാറ്റിവെച്ച് കൊണ്ടുവന്ന് നിങ്ങൾ ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രതിഭ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ തിളങ്ങുന്നവരെ മക്കളായി തീരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ചൂടുള്ള സമയത്ത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ രീതിയിലും തിളങ്ങുന്ന, എല്ലാ രീതിയിലും വിജയത്തിൻ്റെ കൊടികൾ പാറിക്കുന്ന മക്കളായി തീരട്ടെ നമ്മുടെ മക്കളെന്നും അതിനുള്ള വഴികാട്ടികളായ നമ്മുടെ അധ്യാപകർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ദീർഘായുസ്സും അതിനുള്ള അവസരങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ
നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഹസ്നാദ് സാർ, നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക റീത്ത ടീച്ചർ, കൂടാതെ എല്ലാ PTA അംഗങ്ങളും PTA അംഗങ്ങളും പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നമ്മളൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ എല്ലാ കഴിവുകളും, കലാപരമായിട്ടുള്ളതും കായികപരമായിട്ടുള്ള എല്ലാ കഴിവുകളും ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്നതിനും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഈ ഹസ്നാദ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നശിപ്പിച്ച് കളയാതെ വീണ്ടും വീണ്ടും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിജയത്തിലെത്താൻ കഴിയാത്ത കുട്ടികൾ അടുത്ത വർഷവും അത് നിരാശരാകാതെ മുന്നോട്ട് കയറിപ്പോകാൻ വേണ്ടി വീണ്ടും മത്സരങ്ങളിൽ പങ്കെടുക്കുക. നമ്മുടെ നിർമ്മലിക്ക് ഈ വർഷം കൊയ്തെടുത്ത നേട്ടങ്ങൾ വളരെ അനവധിയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഓരോ മെഡലുകളും കൊടുക്കുമ്പോഴും ട്രോഫികളും കൊടുക്കുമ്പോൾ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നിർമ്മലയുടെ ആ നിർമ്മലമായ വിജയം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി അക്ഷരം പ്രയത്നിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക റീത്ത ടീച്ചർക്കും ഓരോ മത്സരങ്ങൾക്കും കുട്ടികളെ കൊണ്ടുപോയി അതിനുവേണ്ടി തയ്യാറെടുപ്പിച്ച എല്ലാ അധ്യാപകർക്കും പ്രത്യേകമായി കായികപരമായിട്ട് ഇവിടെ കുട്ടികളെ കൊണ്ടുപോയി പ്രോത്സാഹിപ്പിച്ച തോമസ് സാറിനും അതോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഭവിത് സാറിനും മറ്റ് എല്ലാ കലാമത്സരങ്ങൾക്കും കൊണ്ടുപോയ എല്ലാവർക്കും, എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് ഹസ്നാദ്, MBA പ്രസിഡന്റ് മേഴ്സിൽ, നമ്മുടെ ഹെഡ്മാസ്റ്റർ ലീഡർ, അതുപോലെ തന്നെ PTA മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ആരും ഒരു കഴിവില്ലാത്തവരല്ല, എല്ലാവർക്കും നല്ല കഴിവുള്ളവരാണ്. അത് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നമുക്കറിയാത്തൊരു സംഗതി. കുറേ കുട്ടികൾ അതിൽ നിന്ന് വിട്ടുമാറി, അതായത് ഒരു പരിപാടിക്ക് എന്നെ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് പോകുന്നവരല്ല നമ്മൾ. അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് ഇവിടുത്തെ അധ്യാപകരും കായിക അധ്യാപകരും കൂടി മാറ്റിയെടുത്ത് ഈ നിലയ്ക്ക് നമുക്ക് ഓരോ ട്രോഫികൾ ഓരോ കുട്ടികൾക്ക് സമ്മാനിക്കുമ്പോൾ അതൊരു സന്തോഷവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥികളും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്ന് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുവാനും എല്ലാം നല്ല രീതിയിൽ പോകാനും, ഇനി ഇവിടുന്ന് അങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിനൊപ്പം ആ മൊബൈലിൻ്റെ ടൈമും കൂടി ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കഴിവും പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികളെ ആദ്യമായി നമ്മൾ സമ്മാനദാനം നൽകുന്നത് എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്നതാണ്. അതിനായി PTA പ്രസിഡന്റ് സർ ഹസനാരെ ക്ഷണിക്കുന്നു. ഹംസ നൗഷാദ് 10D, ഹഫ്സ നൗഷാദ് 10D, ആൻലിയ ഗയർ 10D, ആദിത്യ ചന്ദ്രൻ കുട്ടികളിൽ ഈ വാർത്തപ്പെടുവാൻ തന്നെയാണ്.
കലാതിലകമായി സംസ്കൃത കലാതിലകമായി പ്രഖ്യാപിച്ച കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡുകളാണ്. കലാതിലകം ശ്രീദുർഗ 9B, കലാപ്രതിഭ പൃഥ്വി C 9B. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കും അതുപോലെ തന്നെ കലാപ്രതിഭ, കലാതിലകം അവർക്കുള്ള പ്രൈസാണ് കൊടുത്തത്. പക്ഷേ ഈ വർഷം നമുക്ക് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ന് തന്നെ പറയാം, സ്പോർട്സ് തലത്തിൽ നമുക്ക് 3ാം സ്ഥാനം നേടുകയും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ട്രോഫി നമ്മുടെ സ്കൂളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. അതിന് വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്ത് ആ സ്പോർട്സ് മേഖലയെ കൊണ്ടുവന്ന് നമ്മുടെ തോമസ് സാറാണ്. അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ PTA മീറ്റിംഗിൽ കുട്ടികൾക്ക് കുറച്ച് സാമഗ്രികൾ വാങ്ങിക്കുന്നതിനായി ഒരു എമൗണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടു, PTA-യോട് ഒരു 8,000 രൂപ. അപ്പോൾ ആ പൈസ കൈമാറുന്ന സമയത്ത് നമ്മൾ PTA അദ്ദേഹത്തിനോട് വാക്ക് പറഞ്ഞിരുന്നു, പൈസ തരാം, പക്ഷേ ഇപ്രാവശ്യം ട്രോഫി നേടിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ മാസം നമ്മളോട് പറഞ്ഞത്, ഞാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമിക്കും, പക്ഷേ പ്രസിഡന്റും PTA അംഗങ്ങളും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സ്കൂളിൽ 8, 9, 10 ടീമിനെ ഉള്ളൂ. മറ്റുള്ള സ്കൂളുകൾ ട്രോഫി കിട്ടുന്നുണ്ടെങ്കിൽ UP, LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നുള്ള കുട്ടികൾ വന്നുകൊണ്ടാണ് മാർക്ക് ട്രോഫി കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു, മാർക്ക് വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളത്. പക്ഷേ 3ാം സ്ഥാനത്തിൻ്റെ ട്രോഫിയാണ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് എന്നുണ്ടെങ്കിൽ നിർമ്മലയെ സംബന്ധിച്ചിടത്തോളം അത് 1ാം സ്ഥാനം തന്നെയാണ്. അതായത് 8, 9, 10 ക്ലാസുകളിലെ കുട്ടികളെ കൊണ്ടുപോയി മറ്റു സ്കൂളെ അപേക്ഷിച്ചുകൊണ്ട് 3ാം സ്ഥാനത്ത് വന്നാൽ അത് നമുക്ക് 1ാം സ്ഥാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആ വാക്ക് പാലിക്കുകയും കഠിനാധ്വാനം കൊടുക്കുകയും ആ 4 ദിവസം ആത്മാർത്ഥതയോടുകൂടി ആ കുട്ടികളോട് ഒപ്പം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ച നമ്മുടെ തോമസ് മാഷിനെ, അവിടേക്ക് എത്തിപ്പിച്ച തോമസ് മാഷിനെ നമ്മുടെ PTA വക ഒരു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി തോമസ് മാഷിനെ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ PTA അംഗങ്ങളെല്ലാവരും വേദിയിലേക്ക് കയറി വരണം. അപ്പോൾ PTA വക ട്രോഫിയിലേക്ക് PTA വക എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. മാത്രമല്ല ആ 4 ദിവസം മാഷിനെ സഹായിച്ചുകൊണ്ട് ആ സ്പോർട്സ് രംഗത്ത് ആ ഗ്രൗണ്ടിൽ കിടന്ന് കുട്ടികളെക്കാളും അധികം ഓടുകയും അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത നമ്മുടെ ഒരു അധ്യാപകനാണ് പതിറ്റ് മാഷ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ അധ്യാപകരും എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും. പക്ഷേ ഒരു അധ്യാപകരും പുറകോട്ടല്ല. പക്ഷേ ബബിത്ത് മാഷിന് ഈ ആദരവ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ഫിദ എന്ന് പറഞ്ഞ കുട്ടി ആ ഗ്രൗണ്ടിൽ ഓടി ഫിനിഷിംഗ് സമയത്ത് കാല് കോച്ച് എന്ന കുട്ടി ആ ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ കാല് കോച്ച് പിടിച്ച് അവൾ അവിടെ വീണുപോയി. ആ സമയത്ത് ഞാനവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിയെടുക്കാൻ നോക്കിയ പ്രസിഡന്റ് മാറിലേക്ക് ഞാൻ എടുത്തോളാം. ആ കുട്ടിയെ വാരി എടുത്തു കൊണ്ടുപോകുന്ന ഒരു രംഗം
അതെൻ്റെ കണ്ണ് നിറയിപ്പിച്ച് കളഞ്ഞു. ആ പെർഫോമൻസ് ആ കുട്ടിയോടും ആ മക്കളോടുമുള്ള പല രീതിയിലുള്ള ആ പെർഫോമൻസ് ഞങ്ങളുടെ PTA ഞങ്ങൾ ചർച്ച ചെയ്തു. അതിനുള്ള ഒരു ആദരവാണ് മാർക്ക് കൊടുക്കുന്നത്. കബീഷ് മാസ്റ്റർ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഒക്കെ നിലയിലാണ്. ഇനിയും തുടർന്ന് നമ്മുടെ നിർമ്മലയുടെ അഭിമാനം ആയി വരാൻ വേണ്ടി അവരുടെ എല്ലാ പ്രയത്നവും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. തുടർന്ന് വിദ്യാലയത്തിലെ A+ വാങ്ങിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം തുടരുകയാണ്. സമ്മാനദാനത്തിനായി വൈസ് പ്രസിഡന്റ് വിജ്ഞാപനം. 8+ നേടിയ 10 ശ്രീലക്ഷ്മി കയാർ, അഞ്ജന VP. കുട്ടികളുടെ നന്നാവുന്നതെന്ന് അഭ്യർത്ഥിക്കുന്നു. 5+ നേടിയ വിദ്യാർത്ഥികൾ തൻവി, അഞ്ജലി KD, ഗോപി CB, നാല് വിദ്യാർത്ഥികൾ തന്നെ പ്രവിത KD, തൻവി അഞ്ജന ബിജു, അതുരാജ് രമ, വിഷ്ണുപ്രിയ KS, പ്രവീണ ES. മൂന്ന് നേടിയ കുട്ടികൾ വാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ചന്ദന, ഷിനു ES, റീൻസ് വെച്ചി. തൻവി, ആന്മരിയ സന്തോഷ്, ആന്മരിയ മേരി ദേവി, ഏഞ്ചൽ റോസ്, ഭഗവതി പ്രസാദ്, തൻവി, ആര്യന്ത KD, ജസ്മിൻ P. റോയ്, നിഹാന, നിവേദ്യ ബാബു. തന്നെ നയൻറ്റി 3+9 നേടിയ നയൻറ്റി, അന്ന CB, അവന്തിക, ലിൻസ, അക്ഷയ് CM, ADC, സാദിയ KM. ഫർസാന പള്ളി,
അഭിരാമി സിറ്റി, അഞ്ജന കയർ, ടെന്നി, ഗൗരി നന്ദ, ടെന്നി, ചെല്ലിയ, പാർവതി, രാഘവേന്ദു, സ്വാതി പി, വൈഗ, ഫാത്തിമ, ഇത, മോസീന, സഞ്ജയ, അസീം, അഗർഷ, അനഘ, അനഘ, ദിൽസരടി, ജലീല, കീർത്തന, റോസ്മരിയ, ആദർശയ, അശ്വിൻ തോമസ്, ഡേസി ലാലു, പ്രണവ് വിജയൻ, ശിവദേവ്, സൗരഭ്. ആസിമ എം, ആദിത്യ അഹമ്മദ്, ഭരത് റോയ്, സൂരജ് എൽ, അനീറ്റ, നയൻസി, സാന്ദ്ര നയൻസി. China. അടുത്തതായി ഒരേ പ്രശ്നയിൽ വിജയികളായവരാണ് 10ാം ക്ലാസ്സിൽ നിന്ന് ടെൻഡി, ദിൽജിത് ലിയർ, ജുവൽ ജയൻ, നദാൻ, ആദിത്യ സുനിൽ, അജിത് സി, അനന്ത പ്രീതി, അബ്ദുൽ ജിത്, ഏഞ്ചൽ ഫ്രാൻസിസ്, അർച്ചന കെ ടെന്നി, അർച്ചന കെ ടെന്നി, ആയില്യ, ശ്രീലക്ഷ്മി, അൻസിഫ, നിബ നസ്രീൻ, അലൻ സക്രിയ, ദുർഗ, അനന്യ സുരേഷ്, കണ്ണസ്, ആർഡിനോയ്, ആരതി ജയ, अजय बिजू, अजित, संजय कृष्ण।
അടുത്തതായി 9ാം ക്ലാസ്സിൽ ഒരേ നേടിയ വിജയികളാണ്. 9 ആതിര ബി, 9 ബി ശ്രീദുർഗ, ആർവി അഭിജിത് പി കെ, കൃഷ്ണകിരൺ എ എ, അഭിനവ് പി ആർ, അഭിൽ ചാജു, അർജിത് കെ ജെ, സൂര്യ, ശ്രീജ മുർദാസ്, അൻസിൽ മക്കായ്, അശ്വിൻ കെ ജി, അഭിൽ കൃഷ്ണ, 9 സി അനാമിക എം എ, അക്ഷയ് എം, എൽദോ ഷാജു. അഭിനന്ദ മിസ്മൻ കയൻ, 8 ഡി അനീറ്റ, ആവണി കൃഷ്ണ, കൃഷ്ണാംബര, ഷാരോൺ പി എസ്, 8 ഇ അനാമിക, സി എൻ, വൈഗ കയർ, കാർത്തിക് കയർ, ജൂനിയർ എക്സ്പോസിന്റെ ആഭിമുഖ്യത്തിലുള്ള ക്വിസ് മത്സരത്തിൽ വിജയം നേടിയവർക്കുള്ള സമ്മാനമാണ് അടുത്തത് നൽകുന്നത്. ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ശ്രീലക്ഷ്മി കരിജി, സെക്കൻഡ് അലൻ ഡിക്സൺ കരിജി. ഇവർ ഉപജില്ലാ മത്സരത്തിൽ മത്സരിച്ച് നമുക്ക് തേർഡ് പ്രൈസ് നേടി തന്നിട്ടുണ്ട്. 2 പേർക്ക് അഭിനന്ദനങ്ങൾ. 2 പേരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതായി ബഹുമാനപ്പെട്ട പ്രത്യേക പ്രസിഡന്റ് ശ്രീ ഹസനാറാമകളെ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് അലൻ ഡിക്സൺ കരിജി, Thank you, sir. ഗാന്ധിദർശൻ പ്രശ്നോത്തരി മത്സരം. സെക്കൻഡ് ലക്ഷ്മി കയ എം ഡി, നടത്തിയ പോസ്റ്റർ എന്ന മത്സരത്തിൽ സെക്കൻഡ് 2 പേർക്കുണ്ട്. നന്ദകൃഷ്ണ ടി ജി എന്നീ എസ് അക്ഷയ്. അടുത്തതായി ന്യൂസ് നേടിയ കുട്ടികളുടെ പേരുകളാണ് വിളിക്കുന്നത്. 10 ആദിത്യ കയെ, രാജേഷി, വിഷ്ണു അമ്മ, അബീർ മാത്യു, ആദർശ് കെ കെ, മുഹമ്മദ് 10 ഡി ആദർശ് കെ കെ, മുഹമ്മദ് ഷിഫാൻ, മാധവ വിശാൽ, 10 സി അഭിനവ് സി, അഭിഷേക് ടി എസ്, സുരേഷ് രാജേഷ്, ഗോൾഡൻ കയർ, അർജുൻ മനോജ്, ടെന്നി, നിത്യൻ ബി, സ്വപ്ന ബി എ, അഞ്ജന കേരി, ഷെബിയ ബിജു, മാളവിക എം ആർ, നന്ദകൃഷ്ണ പി ജി, നിരഞ്ജന കയ, അനീഷ റഹ്മാൻ, ഏബൽ ജോബി, ആദിത്യ കയർ,
Kenneth Arvinda Kayar, Emmanuel Thomas, Jervin P.S., Sabin Sabu, Sarankai Sandosh, Sriraj Sandosh. അടുത്തതായി 9ാം ക്ലാസ്സിൽ പ്രശ്നത്തെ വിദ്യാർത്ഥികൾക്കായി സമ്മാനദാനത്തിനായി അമ്മയെ ബ്രിട്ടോട്ടോ റിസ്കിൻ വർഗ് ഷോയിബ് കയർ ആര്യ കയർ അതുൽ കൃഷ്ണ വിവേക് നയൻസി അഭിഷേക് അഭിനന്ദു അഭിനന്ദൻ അഭിനന്ദൻ ആദർശ് കയർ Aditya Nayur, Abel Edro, Vijo, Alan Mini, Alan Jewelry, Archie Vijo, Discipline Ginger, Manish Nagar Kaya, Dion Devan, Ashwin K. 90, Vijay, Alan Vijay, Alan Adi Muresh, Popper, Jerry Jensen, Krishnan, എട്ടാം ക്ലാസ്സിൽ നിന്ന് ഫുൾ പാസിന് വിദ്യാർത്ഥികളുടെ പേരുമാണ് വിളിക്കുന്നത്. അനന്യ കയം, എൽസോപ്പിയ, സന കയർ, അഭിശ്രീ, നവീൻ, ആര്യനന്ദ കയർ, ഗൗരിനന്ദ കയർ, എൻഎസ്, ലക്ഷ്മി പ്രിയ കയർ, HB, ശിവാനി ആർ, സന ഫാത്തിമ, അമർനാഥ് ദേവി, ABC, Amy, Soji, Sida Kayar, Sanjana Krishna, Sayana, Srinanda, Adilakshya, Orson Babu, Jodi Kayar, Mohammad Siya, Mohammad Rai, Rafi, Vivek Krishna Kayar, Pranipuri, Priyada Pujay, HB, Advait, Benedict Chapo, Ebenezer, Lawson, Paulin Bendy, Agilesh, Anandu, N.A., Bharati Ali, Daniel Sido, Ebenezer Yam, Saju. ATE, Anamika R, Avantika, Sarba, Jia Maria, Abhinav, Rajendra, Vaishnav Kayar.
വിദ്യാലയത്തിലെ ക്വാർട്ടർലി പരീക്ഷയിൽ ജയിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പരമാവധി ഇനങ്ങളിൽ പങ്കെടുത്ത് 1ാം സ്ഥാനവും നിരവധി എ ഗ്രേഡുകൾ നേടി വിദ്യാലയത്തിലെ പോയിന്റിന ഉയർത്തുന്നതിൽ മികച്ച പങ്കുവഹിച്ച കുട്ടികളുടെ പേരുകളാണ് ആദ്യം വായിക്കുന്നത്. കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നതാണ്. ശ്രീദുർഗ എം ഡി 6 ഇനങ്ങളിൽ പങ്കെടുക്കുകയും 2 ഗ്രൂപ്പ് ഇനങ്ങളിൽ ഫസ്റ്റ് നേടുകയും ബാക്കിയുള്ളവരെല്ലാം എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുള്ള വിവരം അറിയിക്കുന്നു. ശ്രീദുർഗ എം ഡി അഫീദിയ 4 ഇനങ്ങളിൽ പങ്കെടുക്കുകയും 1 ഇനത്തിൽ രസകാലാപനത്തിൽ ഫസ്റ്റ് നേടുകയും ബാക്കിയെല്ലാവരും എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. സമ്മാനം നൽകുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ ഹസന അവർക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീദുർഗ എം ഡി അഫീദിയ. അടുത്തതായി ഗൗരി കൃഷ്ണ കെ 3 ഇനങ്ങളിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. റീഷ പി കെ 3 ഇനങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി കലോത്സവങ്ങളിൽ പങ്കെടുത്ത് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ കുട്ടികളുടെ പേരുകളാണ് വായിക്കുന്നത്. കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിനടുത്തേക്ക് വരേണ്ടതാണ്. ശ്രീലക്ഷ്മി കെയാർ ഹിന്ദി ഇംഗ്ലീഷ് കണ്ട രത്ന എന്നീ ഇനങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത്. ശ്രീലക്ഷ്മി കെയാർ, റീഷ പി കെ, പ്രത്യൂഷ് പി, അഫീദിയ, ആർ രാഗേന്ദ്ര, കുട്ടികൾ എത്ര പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ശ്രീലക്ഷ്മി ആർ എസ്, അഭിശ്രീ, ദേവിക വി എസ്, അനന്യ സുരേഷ്, അവന്തിക പി ഡി. അടുത്തതായി പങ്കെടുത്ത ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളുടെ പേരുകളാണ് വായിക്കുന്നത്. അതിനായി സമ്മാനദാനങ്ങൾ നിർവഹിക്കുന്നതിനായി LPTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ പേരുകളാണ് വായിക്കുന്നത്. കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിനകത്തേക്ക് കിട്ടുക. അനീസ റഹ്മാൻ, നിബ നസ്രീൻ, അൻഷിബ എലി, നിസാന എസൻ, റീഷ പി കെ, ഫസൽ റാഫി, ദ്രാവിഡ് ബി ജി, ആര്യനന്ദ എ സി, നിവേദിക സി ബാബു, നിവേദിക ഇ എസ്, ഇസ മരിയ, അർച്ചന എൻ കെ, ഹൃദയ ഹരിദാസ്, ഹരിഷ്ണ എൻ എസ്, സാനിക സാജു, ഭരത് ബി അനിൽ, ഹന്ന ഫാത്തിമ, അനന്യ സുരേഷ്. പേര് ഇപ്പോൾ എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് സ്റ്റേജിലെത്തുക. അടുത്തതായി ദീപിക കളറിന്റെ മത്സരത്തിൽ പങ്കെടുത്ത് സ്കൂൾ തല വിജയിയായിട്ടുള്ളത് 10th ക്ലാസ്സിൽ പഠിക്കുന്ന അഭിരാമി സിറ്റിയാണ്. അഭിരാമിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അഭിരാമി സിറ്റി. താങ്ക് യു മാഡം. അടുത്തതായി സമ്മാനദാനം നിർവഹിക്കുന്നതിന് ശ്രീമതി CJ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
വിവിധ കളറില മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. കൃഷ്ണാർച്ചന. വിവിധ കളറില മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിനകത്തേക്ക് വരിക, പേര് അനുസരിച്ച്. ശ്രീകൃഷ്ണ എൻ.ഡി, അഭിഷേക് കെയാർ, അനശ്വര പി.വി, അവനി കൃഷ്ണ കെയാർ, ആർദ്ര കൃഷ്ണ, ആതിര, എയ്റ്റുബി. എയ്സ 8A, അനന്തൻ 8A, ആദി 8A, നന്ദു ശ്രീനിവാസൻ, നൈനി, ഓസ്റ്റിൻ, ശ്രീലക്ഷ്മി എൻ.എസ്, അഭിരാമി സി.ടി, അഭിരാമി സി.ടി, പേര് വയ്ക്കുന്ന കുട്ടിയുടെ വേഗം. അഭിരാമി സി.ടി, ബ്രിട്ടോ ടോം വിജയ്, അനഘ, ആദില, അഭിമന്യ, അഭിഷേക്, ശ്രീരാജ്, പ്രണീത്, അടുത്തതായി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ദ്വിതീയ പരീക്ഷ പാസ്സായ കുട്ടികളുടെ പേരുകളാണ് വായിക്കുന്നത്. കുട്ടികളെ സ്റ്റേജിനകത്തേക്ക് എത്തുക. സിയ എൻ.ഡി സമ്മാനദാനം നിർവഹിക്കാനായി PTA വൈസ് പ്രസിഡന്റ് ജിനി അവരുടെ ക്ഷണിച്ചോളൂ. ദിൽഷ രതീഷ്, അർച്ചന എൻ.കെ, അമിത ഷാജി, നീരജ് ബാബു, ജനിയ ടിയൻ, സൂരജ് സിയർ, ലതകൃഷ്ണ ജ്യോതി, സഞ്ജയ് കൃഷ്ണ സിയർ, നഗൻ ജോസഫ് ജീവൻ, ഗോഡ്ലി ജയസ്, എമാനുവൽ തോമസ്, ശ്രീരാജ് സന്തോഷ്, സഞ്ജയ് ദാസ്, रोहन जी, निहार जनन, मोहम्मद जियान, जॉफरी विजय, जयवंदन किया,
റിസീവ്ഡ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. റിസീവ് നൽകും. അടുത്തതായി സയൻസ് ക്ലബിൽ ആരംഭിക്കുന്ന മാസത്തിനുള്ള സമ്മാനദാനമാണ്. സയൻസ് ക്ലബിൽ ആരംഭിക്കുന്ന സംഘടിപ്പിച്ച സയൻസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ്. ഫസ്റ്റ് ദ്രാവിഡ് VG 9B, ദ്രാവിഡ് VG 9B. സെക്കൻഡ് അഭിഷിക ചന്ദ്രൻ 10B, തേർഡ് എഡിറ്റസ് ഗിമ്മി 10B. മറ്റൊരായി സയൻസ് ക്ലബ് നടത്തിയ കൊളാഷ് നിർമ്മാണ മത്സരത്തിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ വിജയികളായ ക്ലാസുകളുടെ പേരുകളാണ് വിളിക്കുന്നത്. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് പ്രൈസ് നേടിയത് 8B. ക്ലാസ് ലീഡർ സമ്മാനം വാങ്ങിക്കുന്നതിനായിട്ട് സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. 8B ക്ലാസ് ടീച്ചറോ ക്ലാസ് ലീഡറോ അസിസ്റ്റന്റ് ലീഡറോ ക്ലാസ്സിലെത്തി സ്റ്റേജിലെത്തി സമ്മാനം വാങ്ങേണ്ടതാണ്. സെക്കൻഡ് പ്രൈസ് 8E. 9ാം ക്ലാസ്സിൽ സമ്മാനം നേടിയ ക്ലാസ് ഫസ്റ്റ് പ്രൈസ് 9C. സെക്കൻഡ് പ്രൈസ് 9B. 10ാം ക്ലാസ്സിൽ ആകെ ഒരു സമ്മാനം നേടിയിട്ടുള്ളൂ. ഫസ്റ്റ് പ്രൈസ് 10B. പത്താം ക്ലാസ്സിൽ സമ്മാനമാണ് 10B ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. Thank you. അനാമിക 9, ഫിദ 86. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇടവേള സമയത്ത് മ്യൂസിക് കോർണർ എന്ന പേരിൽ നമ്മൾ നടത്തിയിരുന്ന നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ അത് വലിയ നിലയിലെത്തി 1.9 മില്യൺ വ്യൂസായി നിർമ്മലയിലെ വിദ്യാർത്ഥിയെ പലരും അന്വേഷിച്ച് സ്കൂളുകളുടെ ഈ കുട്ടിയുടെ വീടുകളുടെ കുട്ടി ഏത് എന്ന് അന്വേഷിപ്പിക്കാൻ മാത്രം മിടുക്കിയായ നമ്മുടെ ശ്രീദുർഗയ്ക്ക് സമ്മാനം നൽകുന്നതിനായി പാട്ട് ടീച്ചറായ സൗമ്യ ടീച്ചറെ ക്ഷണിക്കുന്നു. സബ് ജില്ലാ കഴിഞ്ഞ തലത്തിലും സമ്മാനം നേടിയിട്ടുണ്ട്. ഫിദ KS ജാവലിൻ ത്രോ ഫസ്റ്റ്. എത്രയും പെട്ടെന്നില്ല ഫിദ KS സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ മതേശ്വരത്തിലെ നമ്മുടെ സ്കൂളിൽ കായികതാരമായിരുന്നു ഫിദയെ ക്ഷണിക്കുന്നു. റഷീദയെ ക്ഷണിക്കുന്നു. ഫിദ KS triple jump senior girl Shifana PA. Shifana triple jump junior boys first Vishnu MM. Triple jump first Vishnu MM.
Junior girls 3000 meter second Fida City. Junior girls 3000 meter second Fida City. Senior girls second Anamika DM. Senior girls 3000 meter second Anamika DM. Junior boys triple jump second Vaishnav Gitu. Single girls hammer throw second Ranjana NR. Hammer throw junior girls second Alina K. Abraham. Alina K. Abraham. Hadis junior girls third Anamika CM. Anamika CM. Very number one. Long jump junior boys third Vishnu MM. Vishnu MM. സബ്ജിയിലുള്ള കരാട്ടെ കോമ്പറ്റീഷനിൽ സെക്കൻഡ് നേടിയ അണ്ടർ 45 സെക്കൻഡ് നേടിയ അനയ് കെ പ്രൈസൻ സ്റ്റാലിൻ വൈഷ്ണവ് കെവിൻ മാത്യു വൈഷ്ണവ് ജിത്തു കായികങ്ങളിൽ ആകെ 8 ചാമ്പ്യന്മാരുണ്ടായിരുന്നു. അതിൽ 2 ചാമ്പ്യന്മാർ നമ്മുടെ സ്കൂളിലായിരുന്നു. ഒന്ന് പിത സിബി പിത അട്ടനാനിക. അതെത്രയും പെട്ടെന്ന് ശരിയില്ല. സബ് ജില്ലാ മേളയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും സ്റ്റേജിലേക്ക് അവർക്ക് മെഡൽ വിതരണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിശേഷ താങ്ക്സ്. സമ്മാനം കിട്ടും പെട്ടെന്ന് വരിക. ഇതൊരു ആവേശമാണ് നമുക്ക്. ദീപിക കളറിന്റെ മത്സരത്തിൽ പങ്കെടുത്ത 2 കുട്ടികൾക്ക് കൂടി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ട്. അക്ഷയ് അർജുൻ കുട്ടികളെത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക.
നമുക്ക് സബ്ജിയുടെ ട്രോഫി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ട്രോഫി കൊടുക്കുന്നത് എല്ലാവർക്കും വരിക. സബ്ജിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്ധിക്ക് വരിക. കോച്ചിൻ്റെ ദേശത്തേക്ക് വരിക. ഉപയോഗം സമാപിച്ചിട്ടില്ല. നന്ദി പറയുന്നതായി ജയത്തിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരുന്നതായിരിക്കും.